സംസ്ഥാനത്ത് പുതിയ പോലീസ് മേധാവിയായി റവാഡ ചന്ദ്രശേഖറെ നിയമിച്ചു. ആന്ധ്രാപ്രദേശ് വെസ്റ്റ് ഗോദാവരി സ്വദേശിയായ റവാഡ നിലവിൽ IB സ്പെഷ്യൽ ഡയറക്ടറാണ്. കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസിയിൽ 15 വർഷത്തെ അനുഭവ സമ്പത്തുമായാണ് റവാഡ ചന്ദ്രശേഖർ പോലീസ് മേധാവിയുടെ കസേരയിലെത്തുന്നത്. 1991 ബാച്ചിലെ IPS ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. റവാഡ ചന്ദ്രശേഖറിന് പുറമെ സംസ്ഥാന റോഡ് സുരക്ഷാ കമ്മീഷണർ നിതിൻ അഗർവാൾ, ഫയർഫോഴ്സ് മേധാവി യോഗേഷ് ഗുപ്ത എന്നിവരാണ് 3 അംഗ പട്ടികയിൽ ഇടം പിടിച്ചിരുന്നത്. 1991 ബാച്ചിലെ ഉദ്യോഗസ്ഥനായ റവാഡ ചന്ദ്രശേഖറിന് 2026 വരെയാണ് സർവീസ് ഉള്ളത്. പോലീസ് മേധാവിയായാൽ 1 വർഷം കൂടി അധികം സർവീസ് ലഭിക്കും. പോലീസ് മേധാവിയാക്കിയാൽ കേരളത്തിലേക്ക് തിരിച്ചുവരാൻ താൽപ്പര്യമുണ്ടെന്ന് റവാഡ ചന്ദ്രശേഖർ സർക്കാരിനെ അറിയിച്ചിരുന്നു. കൂത്തുപറമ്പ് വെടിവയ്പ് സമയത്ത് റവാഡ ചന്ദ്രശേഖർ കണ്ണൂർ SP ആയിരുന്നു. നിലവിലെ പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് വിരമിക്കുന്ന ഒഴിവിലേക്കാണ് റവാഡ ചന്ദ്രശേഖറിനെ നിയമിക്കുന്നത്. സംസ്ഥാനത്തെ 41ാമത്തെ DGPയാണ് റവാഡ ചന്ദ്രശേഖർ. കേരളത്തിൽ DIG ആയിരിക്കെയാണ് 2008 റവാഡ ചന്ദ്രശേഖർ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് പോയത്. ADGPമാരായ സുരേഷ് രാജ് പുരോഹിത്, MR അജിത് കുമാർ എന്നിവരുടെ പേരുകളും DGP പദവിയിലേക്ക് പരിഗണിക്കാനായി സംസ്ഥാന സർക്കാർ UPSCക്ക് അയച്ചു നൽകിയിരുന്നു. അതേസമയം കൂത്തുപറമ്പ് വെടിവയ്പ്പിന് നേതൃത്വം നൽകിയ IPS ഉദ്യോഗസ്ഥനായ റവാഡ ചന്ദ്രശേഖർ ഇടതുപക്ഷ സർക്കാരിന് കീഴിൽ സംസ്ഥാന പോലീസ് മേധാവിയായി നിയമിതനായത് വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. കേരള ചരിത്രത്തിലെയും CPMന്റെ ചരിത്രത്തിലെയും മറക്കാനാവാത്ത സംഭവമാണ് 1994 നവംബർ 25 കൂത്തുപറമ്പ് വെടിവയ്പ്. സഹകരണ മന്ത്രിയായിരുന്ന MV രാഘവനെതിരെ DYFI പ്രവർത്തകർ കരിങ്കൊടിയുമായി പ്രതിഷേധിച്ചു. വഴിതടഞ്ഞ DYFIക്കാരെ പിരിച്ചുവിടുന്നതിന് വെടിവയ്ക്കാൻ അന്ന് കണ്ണൂർ SP ആയിരുന്ന റവാഡ ചന്ദ്രശേഖർ IPS ഉത്തരവിട്ടു. ചാർജ് എടുത്തതിന്റെ പിറ്റേ ദിവസമായിരുന്നു സംഭവം. പോലീസ് വെടിവയ്പിൽ അന്ന് 5 DYFIക്കാർ കൊല്ലപ്പെട്ടു. പുഷ്പൻ ഉൾപ്പെടെ 6 പേർക്ക് പരിക്കേറ്റു. പിൻകഴുത്തിന് വെടിയേറ്റ് സുഷുമ്നാ നാഡി തകർന്ന് കഴുത്തിന് താഴേക്ക് ചലനശേഷി നഷ്ടപ്പെട്ട പുഷ്പൻ കഴിഞ്ഞ സെപ്റ്റംബറിലാണ് മരിച്ചത്. കൂത്തുപറമ്പ് വെടിവയ്പ് വിവാദമായതോടെ റവാഡ ചന്ദ്രശേഖറിന് സസ്പെൻഷനും ലഭിച്ചു. കൂത്തുപറമ്പ് വെടിവയ്പ് അന്വേഷിച്ച പത്മനാഭൻ നായർ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുൻ മന്ത്രി MV രാഘവനും പോലീസ് ഉദ്യോഗസ്ഥനുമടക്കം നിരവധി പേർക്കെതിരെ പിന്നീട് അധികാരത്തിൽ വന്ന EK നായനാർ സർക്കാർ കേസെടുത്തിരുന്നു. അക്കൂട്ടത്തിൽ റവാഡ ചന്ദ്രശേഖറും പ്രതിയായിരുന്നു.